നമസ്കാരം. നമ്മളിപ്പോൾ പ്രേം നസീറുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ അടുത്താണ് ഇരിക്കുന്നത്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂകളും പല ചാനലുകളും ചെയ്തിട്ടുണ്ടാവും. ഞങ്ങളിത് കുറേ കാലമായി ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. സാങ്കേതിക കാരണങ്ങളാൽ നടന്നില്ല. ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ജയചന്ദ്രൻ നായർ എന്ന വേണുജി, അതായത് വേണുജി എന്നാണ് അദ്ദേഹത്തെ പരക്കെ അറിയപ്പെടുന്നത്. ഒരു ക്യാമറാമാനാണ്. എ വിൻസെൻ്റ് മാഷ് അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ആയിരുന്ന ശ്രീ വേണുജിയുമായിട്ടാണ് നമ്മളിന്ന് പ്രേം നസീറിനെ കുറിച്ച് സംസാരിക്കുന്നത്. അദ്ദേഹത്തിനെ സ്മരിക്കുന്ന പല പരിപാടികളും ചിറയിൻകീഴിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നു വരുന്നുണ്ട്. നമസ്തേ വേണുജി. നമസ്കാരം. വേണുജി, വേണുജി, ഈ സാറിൻ്റെ ഈ പേര് ശരിക്കും വേണുജി എന്നാണോ അതോ ജയചന്ദ്രൻ നായർ? ശരിക്കും എൻ്റെ ഒഫീഷ്യൽ നെയിം ജയചന്ദ്രൻ നായരാണ്. വേണുജി എന്നാണ് ടൈറ്റിൽ നെയിം. കൂടുതൽ ആൾക്കാർ പറയുന്നത് വേണുജി എന്നാണ്. വേണുജി എന്നാണ്. വീട്ടിൽ വിളിക്കുന്ന പേരാണ് വേണു അല്ലേ? വേണു. ആ വേണിൽ ഇനിഷ്യൽ ജി കൂടെ ഇട്ടു, അങ്ങനെ വേണുജി. അച്ഛൻ്റെ പേര്? അതെ, അച്ഛൻ്റെ പേര് ഗോപാലുള്ള. അപ്പോൾ വേണുജിയുടെ ജന്മനാട് കോവളത്തിനടുത്ത് മുട്ടയ്ക്കാട് എന്ന സ്ഥലമാണ്. അവിടെ നസീർ സാറാണ് എന്നെ ഈ ഫീൽഡിൽ ആദ്യമായിട്ട് ചവിട്ടിക്കാരൻ്റെ ഒരു പടി തന്ന് സഹായിച്ചത് സാറാണ്. പ്രേം നസീറാണ്. നെല്ലാൻ്റെ റെക്കമെൻഡ് ചെയ്തതും വിൻസെൻ്റ് മാസ്റ്റർ റെക്കമെൻഡ് ചെയ്തതും സാറാണ്. എങ്ങനെ പരിചയപ്പെടുക? അതിനു മുമ്പ് ജനറൽ ഹോസ്പിറ്റലിൽ എൻ്റെ മദറും നസീർ സാറിൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തെയും അപ്പുറം ഇപ്പുറം റൂമിലായിരുന്നു. അപ്പോൾ സാറ് ഇടയ്ക്ക് മുറിക്ക് അവിടെ വരുമായിരുന്നു. അങ്ങനെയുള്ള പരിചയം. അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. അന്ന് പ്രേം നസീർ സൂപ്പർ സ്റ്റാറായിട്ട് അതെ ഒരു കാലഘട്ടം. അതെ. അപ്പം ഞാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഗവൺമെൻറ്റിലെ ഫോട്ടോഗ്രാഫറിലെ ഐഡിയോ വിഷ്വൽ ടെക്നീഷ്യനായിരുന്നു. അവിടെ മൈക്രോ ഫോട്ടോഗ്രാഫിയാണ്. അവിടെ സിസിനിമ ക്യാമറ മൂവി അമേരിക്കയിൽ നിന്ന് വരുമെന്നുള്ളതുകൊണ്ട് എന്നെ ട്രെയിനിങ്ങിന് വേണ്ടി അവിടെ ആപ്ലിക്കേഷൻ അയച്ചു. എന്നിട്ടും ഒന്നും ആയിട്ടില്ല. അപ്പം നസീർ സാറാണ് റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ നസീർ സാറിൻ്റെ എത്ര ചിത്രങ്ങൾ താങ്കൾ? ഒരു ഏകദേശം 100ഓളം ചിത്രങ്ങളിൽ ഞാൻ പങ്കെടുത്ത്. ഇപ്പോൾ അസോസിയേറ്റ് ഡയറക്ടറായിട്ട്, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്, ചീഫ് സെൽ ക്യാമറമാനായിട്ട്, അസിസ്റ്റന്റ് സിനിമാറ്റോഗ്രാഫർ, ഈ നിലകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും വിൻസെൻ്റ് മാസ്റ്റർ എന്നാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചത്. അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ആയിരുന്നല്ലോ? ആയിരുന്നു. ആദ്യമായിട്ട് പഴയ ഒരു മായാവിയുണ്ട് പ്രേം നസീറിൻ്റെ, അതിൻ്റെ ക്യാമറമാൻ ജി കെ രാമുവിൻ്റെയും പിന്നെ ENC നായർ, അവരുടെ കൂടെയൊക്കെ ആയിരുന്നു. അവരൊന്നും വലുതായിട്ടൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. വിൻസെൻ്റ് മാസ്റ്റർ ഒരുപാടുപ്പെട്ടവരെ നിർത്തില്ല. പക്ഷെ നസീർ സാർ പറഞ്ഞ നിർത്തുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഐസിൻ്റെ ഏബിളാണ് ആക്റ്റീവാണെന്ന് പറഞ്ഞാൽ വിൻസെൻ്റ് മാസ്റ്റർ നല്ല മുടി ഇരിക്കുമ്പോൾ വരച്ച് കുറിച്ച് പറഞ്ഞു തരും. ഐസിൻ്റെ ഏബിളാണ് ആക്റ്റീവാണെന്ന് അറിഞ്ഞാൽ. അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ചെയ്യുന്ന പല സ്പെഷ്യൽ എഫക്ട്സുകളും അന്ന് വിൻസെൻ്റ് മാസ്റ്റർ ഓപ്റ്റിക്കൽ വർക്കിലൂടെ ക്യാമറയും ഓവർഹെഡ് പ്രൊജക്ടറും വെച്ച് ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് കാണുന്ന അതേ സംഭവങ്ങൾ കുറച്ച് സമയമെടുക്കുമെന്നേ ഉള്ളൂ. പഴയ കാലത്ത് ആരോമലുണ്ണി എന്ന പടം ഷൂട്ടിംഗ് നടക്കുമ്പോൾ അതിൽ SP പിള്ളേരെ തല വെട്ടി തല ഒരിടത്ത് ഉടലിടത്ത് ഒരു ഷോട്ടുണ്ട്. പിക്ചർ കോൺട്രാക്ടർ രാജകോൾ സാറാണ്. രാജകോൾ സാർ എങ്ങനെ എടുത്തിട്ട് ലൈനിങ് വരുന്നത് കുഞ്ചാക്കുമാരളിക്ക് ഇഷ്ടപ്പെട്ടില്ല. ലൈറ്റിനിങ് ആൾ വിളിച്ചു, വിൻസെൻ്റ് മാസ്റ്റർ വന്നു. മാസ്റ്റർ എടുത്ത് ലൈനും ഇല്ല, ഒന്നുമില്ല. തിയേറ്ററിൽ ഭയങ്കര അപ്ലാസ് ആയിരുന്നു ആ പടം. അതേപോലെ പല ട്രിക്സുകളും. 56 വർഷം മുമ്പ് ഇറങ്ങിയ പടമാണ് നവരാത്രി. അതിൽ ശിവാജി ഗണേശൻ 9 വേഷത്തിൽ വരും. 8 മാസ്ക് ഇട്ട് വിൻസെൻ്റ് മാസ്റ്റർ എടുത്തതാണ്. പക്ഷെ ഓരോ മേക്കപ്പ് മാറി വരുന്നവരെ ക്യാമറ അനങ്ങാൻ പാടില്ല. ഇന്ന് കമ്പ്യൂട്ടറിൽ ചെയ്യണം. ഇപ്പം അണ്ണൻ തമ്പി എന്ന പടത്തിൽ മമ്മൂട്ടി ഡബിൾ റോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഗ്രീൻ മാറ്റ് ബ്ലൂ മാറ്റ് ഇട്ട് ഒരെണ്ണം എടുത്ത് ഒരെണ്ണം സ്ട്രൈറ്റ് ആയിട്ട് എടുത്തിട്ട് വെട്ടി കയറ്റുകയാണ്. വെട്ടി ഒട്ടിച്ച പോലെ ഇരിക്കും. ആ ഫിലിമിൻ്റെ പെർഫോമൻസ് കിട്ടില്ല. പക്ഷെ ഫിലിമിലാകുമ്പോൾ സമയമെടുക്കും. ഒരെണ്ണം തെറ്റി ഒന്നിന്ന് എടുക്കണം. അതെ, പണ്ടൊക്കെ നമ്മൾ ഈ പ്രേം നസീർ ഇങ്ങനെ കുതിരപ്പുറത്ത് വന്നിട്ട് ജമ്പ് ചെയ്ത് പോകുന്നതൊക്കെ ഇതുപോലെ അത് റിവേഴ്സ് ഷോട്ടാണ്. ജമ്പ് ചെയ്ത് വലിയ കോട്ടയം മുകളിൽ അങ്ങോട്ട് ചാടുന്നത് അതെല്ലാം ക്യാമറ റിവേഴ്സ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാം
മൂവി ക്യാമറകളിലും പ്രത്യേകിച്ച് ഫിലിം സ്റ്റില്ലായാലും വീഡിയോ ആയാലും ഡബിൾ റോളോ ത്രിബിൾ റോളോ എടുക്കാം. ഒരു വീഡിയോ ക്യാമറയിലും ത്രിബിൾ റോളോ എടുക്കാൻ പറ്റില്ല, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് വഴി എടുക്കാൻ ഒക്കുള്ളൂ. കാരണം ഫിലിം ക്യാമറ തുടക്കം മുതൽ അവസാനം വരെ പ്രകാശത്തിൻ്റെ മാത്രം കളിയാണ്. ആ പ്രകാശത്തെ കറുത്ത പേപ്പർ വെച്ച് മറിച്ച മറയും. മറ്റേ ഇലക്ട്രോണിക് സീനിലായിട്ട് കൺവെർട്ട് ചെയ്ത് പോവുകയാണ്, അതിന് മറിച്ച മറയില്ല. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ സഹായത്തോടുകൂടി ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടുകൂടി ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നസീർ സാറിനെ പറ്റി ഒരുപാട് അനുഭവങ്ങൾ. കാരണം ആ മനുഷ്യൻ ഒരു വലിയ കലാകാരനാണ്, അതിലുപരി ഒരു മനുഷ്യ സ്നേഹിയാണ്. ഇത് രണ്ടിൽ ഏതാണ് വലുതെന്ന് ചോദിച്ചാൽ പെട്ടെന്നൊരു ഉത്തരം പറയാൻ പറ്റില്ല. രണ്ടിലും അഗ്രഗണ്യൻ തന്നെയാണ്. മാത്രമല്ല ഇത്രയും പ്രശസ്തിയും പേരും എന്നിട്ട് ആ അഹങ്കാരം ഒട്ടുമില്ലാത്തൊരു മനുഷ്യൻ. ഇന്നത്തെ ചില ആർട്ടിസ്റ്റുകൾ പോലെയല്ല. അന്ന് ഏത് ഫുഡും ഏത് ലൊക്കേഷനിലും മറ്റുള്ളവരുമായിട്ട് സഹകരിച്ചു പോകാനായിട്ട് ഒരു മനസ്സിൽ കാണിക്കുന്നത്. നസീറിനെ കുറിച്ച് നമ്മൾ വാചാലമായിട്ട് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും വരുന്ന ഒരു വെച്ചാൽ അദ്ദേഹം മനുഷ്യസ്നേഹിയാണ്. അതുപോലെ ആരും കുറ്റം പറയില്ല, ഒരാൾ പോലും കുറ്റം പറയില്ല, ഒരാൾ പോലും ഇന്നുവരെ കുറ്റം പറഞ്ഞ കേട്ടിട്ടില്ല. അപ്പം അദ്ദേഹത്തിനെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ താങ്കൾക്ക് അദ്ദേഹത്തിൽ നിന്നും അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ട്? അനുഭവം ഒരുപാടുണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പോൾ വേളിയിൽ ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് 67 68 ഒരു പാട്ട് ചിത്രീകരിക്കുകയാണ്. നസീർ സാറും ശാരദയും. പാട്ട് പല്ലവി എടുത്തു, അനുപല്ലവി എടുത്ത് BGM എടുക്കാനായിട്ട് കരയ്ക്ക് ബോട്ട് അടുപ്പിച്ച് ഒരു ഗുളി കഴിച്ച് ഭയങ്കര ദാഹം വന്നു. പ്രൊഫഷന്മാരെ വിളിച്ച് പറഞ്ഞു കുറച്ച് വെള്ളം കിട്ടിയ കൊള്ളാമായിരുന്നു. സാർ ഇവിടെ നല്ല വെള്ളമൊന്നും കിട്ടിയില്ല, പിന്നെ വണ്ടി അയച്ചിട്ടുണ്ട്, കൊക്കോക്കോള, ഫാൻറ്റ, ചായ, കാപ്പിയൊക്കെ ഒരു സാർ 10 മിനിറ്റ് ക്ഷമിക്കണം. അപ്പോൾ കുറേ കൊച്ചു പയ്യന്മാർ ഈ ഷൂട്ടിങ് കാണാൻ നിൽക്കുന്നത്. അതിൽ ഒരു പയ്യൻ പറഞ്ഞു സാർ ഞാൻ വെള്ളം കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത കുടിലിൽ പോയി ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്നു. ശാരദ മൂക്കുവത്തിട്ട് നസീർ സാറ് ഇത് വാങ്ങിച്ചു കുടിച്ചു. ഇന്ന് ഏത് നിർണ്ണയം ഇത് ചെയ്യും? ആരെങ്കിലും ചെയ്യും? ആരും ചെയ്യില്ല. കാരണം കുരുന്ന് മനസ്സിൻ്റെ പോലും മനസ്സ് വേദനിപ്പിക്കരുതേ എന്ന് കരുതിയാണ്. അതേപോലെ പൊന്നാപുരം കോട്ട എന്ന പടത്തിന് വേണ്ടി ഒരു പാട്ട് ചിത്രീകരിക്കാനായിട്ട് അവിടെ റെക്കോർഡ് ചെയ്തിട്ട് അവിടെ ലാബില്ല, ലാബ് സമരം വന്നപ്പോൾ പൊളിച്ചു. മെരിലാൻഡിൽ കൊണ്ടുവന്ന് ഡെവലപ്പ് ചെയ്ത് പോസിറ്റീവ് അടിച്ചുകൊണ്ടിരാൻ എന്നെ കാറും തന്നു മുതലാളി വിട്ടു. ഞാൻ മെരിലാൻഡിൽ ബാത്തിൽ ഫിലിം കയറ്റി ഡെവലപ്പിങ് നടക്കുകയാണ്. അപ്പോൾ പ്രൊഡക്ഷൻ മാനേജർ ഊണടിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നൊരു ഫോൺ വന്ന്, അപ്പോൾ എൻ്റെ പറഞ്ഞ ഫോണൊന്ന് എടുക്കാൻ പറഞ്ഞു. എടുത്തപ്പോൾ നസീർ സാറിൻ്റെ ശബ്ദമാണ്. അപ്പോൾ ഞാൻ ഇത് ആരാണ്? ഞാൻ പറഞ്ഞു വേണു, ഉദയാല വേണു. ആ മൂഷി സ്ത്രീ, പിന്നെയും മൂഷി സ്ത്രീ ആയോ? കാരണം മെല്ലാൻഡിൽ നിന്നാണ് അങ്ങോട്ട് പോയത്, വീണ്ടും ഇങ്ങനെ വന്നു. ഞാൻ പറഞ്ഞില്ല, നാളെ സാറിന് വെച്ചെടുക്കേണ്ട പാട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണമെന്ന് എൻ്റെ പോസിറ്റീവ് അടിച്ച് ഫ്രണ്ട് കൊണ്ട് നാളെ ഇന്ന് എന്നെ ചെല്ലാൻ പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ഞാൻ ചാക്കോച്ചിനെ വിളിച്ച് പറയാം, നമുക്ക് നാളെ പോവാം, എനിക്ക് 1-2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. 1-2 വക്കീലിൻ്റെ അഡ്രസ്സ് തന്നു. അതുകൂടാതെ അങ്ങേരെ ബന്ധുവായിട്ട് കമലേശ്വരത്തുള്ളവർ ആ വീട്ടിൽ അതെല്ലാം പോയി കണ്ടുപിടിച്ച് വെച്ചിട്ട് നാളെ ഒരുമിച്ച് ഞാൻ ഇറങ്ങി നടന്ന് പോയ ആൾ കൂടും എന്ന് പറയും. അങ്ങനെ പോയി അവിടെ ചെന്ന് എനിക്കൊരു ഹോർലിക്സ് തന്നു. അവരകത്ത് പോയി എന്തൊക്കെ സംസാരിച്ചു. വക്കീലിൻ്റെ അടുത്ത് പോയി ആ കാര്യങ്ങൾ നേടി കാറിൽ കയറി ഇങ്ങനെ പോകണു. ഞാൻ ഇടതുവശത്തിന് ഡ്രൈവർ വണ്ടി ഓടിക്കണു. ബാക്കിൽ സാറ് ഇന്ത്യൻ എക്സ്പ്രസ് വായിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. കല്ലമ്പലത്ത് ചെന്നപ്പോൾ ഒരു ബസ് നിൽക്കണു. ഒരു അമ്മാവൻ ഇറങ്ങിയിട്ട് വയസ്സായ ഒരാൾ ലെഫ്റ്റ് റൈറ്റ് നോക്കാമെന്ന് ഞങ്ങളെ വണ്ടിയിൽ നിന്ന് ഇടിച്ച് ആ ബ്രേക്കിൻ്റെ ഞെരക്കത്തിൽ ഇടിച്ച് ചെന്ന് വീണു. കുറച്ച് പെയിൻ്റൊക്കെ പോയി എങ്കിലും അപ്പോൾ പറഞ്ഞു നിങ്ങൾ ഇറങ്ങണ്ട, ഞാൻ ഇറങ്ങാം എന്ന് പറഞ്ഞു. അങ്ങനെ സാറ് വെളിയിറങ്ങി. അപ്പോൾ പുള്ളിയെ കാണാൻ ജനം കൂടി. അപ്പോൾ അമ്മാവനെ പിടിച്ചിടക്കി ഹോസ്പിറ്റലിൽ ഞാൻ കൂടെ വരണം. അപ്പോൾ ആൾക്കാർ പറഞ്ഞു വേണ്ട, നിങ്ങൾ കൊണ്ടുപോയിക്കോളാം. ഒരു കെട്ട് നോട്ട് അമ്മാവൻ്റെ കൈ വെച്ച് കൊടുത്തു. അതും കഴിഞ്ഞ് അങ്ങനെ പോകുമ്പോൾ കായംകുളത്ത് ഒരു ഈർക്കലിൽ കരിമീൻ ഒഴിച്ചിട്ടൊരു പയ്യൻ നിൽക്കണം. അപ്പോൾ കണ്ടപ്പോൾ വണ്ടി ചവിട്ടി നിർത്താൻ പറഞ്ഞു. കരിമീൻ വില വെച്ചാൽ 400-500 ഒക്കെ ചോദിക്കണം. 9-10 എണ്ണമുണ്ട്. അവസാനം ഗ്ലാസ് താത്തിട്ട് എനിക്ക് പൈസ എടുത്തു കൊടുത്തു. അവന് പൈസ വേണ്ട. അപ്പോഴാണ് നസീർ സാറിനെ കാണുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു അയ്യോ നീ വീട്ടിൽ കൊണ്ട് എന്തെങ്കിലും ചെയ്യലുണ്ട്, എനിക്കൊന്നുണ്ട് എന്തുവാണ്, അത് കുഴപ്പമില്ല, നീ ചോദിച്ചത് 100 രൂപ കൂടുതലുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു.
എന്നിട്ട് അവിടെ സ്റ്റുഡിയോ ചെന്നപ്പം കനകപ്പനെ ഇത് ക്യാൻറ്റീൻമാരെ വിളിച്ച് വേണുവിനും പിന്നെ ദേവിക്കും കൂടെ ഇത് കൊടുക്കണം എന്ന് പറയുന്നത്. അവിടെ ഈ ചെറിയ വലിപ്പച്ചെറുപ്പമുണ്ട്. അങ്ങനെയാണ് പിയാനാണ് ഒരിക്കൽ ഉടക്കി പോയത്. ഈ മുതലാളിത്ത മനോഭാവം മെല്ലാനിലും ഉദയായിലും ഉണ്ട്. കബീർ പെന്നമ്മ ആ ഇടയ്ക്ക് ഒരു ദിവസം മദ്രാസ് വെച്ച് കണ്ടപ്പോൾ ഒരു പടത്തിൻ്റെ പൂജയ്ക്ക് ഉദയയിൽ പടത്തിൽ പോകണില്ലെന്ന്, അയ്യോ അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കാൻ വയ്യ, ഞാൻ ഇവിടെ 1-2 പടം അത് വെച്ച് ജീവിച്ചോളാം എന്ന് പറയും. എന്നാലും ഈ കുഞ്ചാക്കോ എന്ന് പറഞ്ഞ മനുഷ്യന് ആളുകളെ മാസറിയാം. വയലാറിൻ്റെ പാട്ട്, നല്ലൊരു കഥ, എങ്ങനെയും ബമ്പർ ഹിറ്റാവും മിക്ക പടങ്ങളും, പ്രത്യേകിച്ച് വടക്കം പാട്ടുകൾ. അതുകൊണ്ട് ഈ കാര്യം കാണാൻ വേണ്ടി ഇതൊക്കെ ചെയ്യുമെങ്കിലും മനസ്സിൽ വെച്ചൊന്നും പെരുമാറുന്ന മനുഷ്യനല്ല കുഞ്ചാക്കോ. ആരെങ്കിലും തെറി പറഞ്ഞാൽ 100 രൂപ കൂടുതൽ കൊടുക്കും. ഇതേപോലെ എത്രയും സംഭവങ്ങൾ. അതായത് പങ്ക്ച്വാലിറ്റി പുള്ളിക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. 9 സാറിന് 9 to 9 ആണ് അന്നത്തെ കാൾ ഷീറ്റ്. ഇന്ന് 6 to 2 മറ്റോ ആണ്. ആ 9 to 9 കാൾ ഷീറ്റിന് പ്രൊഡ്യൂസറും ഡയറക്ടറും സെറ്റിൽ വന്നില്ലെങ്കിലും പുള്ളി ഒറ്റിക്കോളും. അപ്പോൾ അത്ര പങ്ക്ച്വാലിറ്റിയാണ്. അത് മറ്റുള്ള ആർട്ടിസ്റ്റിനെ, ജൂനിയർ ആർട്ടിസ്റ്റിനെയൊക്കെ ഉപദേശിക്കാറുമുണ്ട് പങ്ക്ച്വാലിറ്റിയുടെ കാര്യം. അപ്പോൾ ഒരു ഇൻകം ടാക്സ് ഓഫീസറെ കാണണം. ഓഫീസ് ടൈമിന് ഓഫീസിൽ പോയാൽ ഷൂട്ടിംഗ് മുടങ്ങും. കാരണം ആണ്ടിൽ 30-32 പടമാണ്. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ഇൻകം ടാക്സ് ഓഫീസർ വീട്ടിൽ പോയി കാണാൻ തുടങ്ങി. വീട്ടിൽ പോയപ്പോഴത്തേക്കും ഭാര്യ, അയ്യോ സിനിമയിലേ കണ്ടു, സാർ പറഞ്ഞേ ഇരിക്കണം, ഞാൻ ചായ എടുക്കാം. അപ്പോൾ അദ്ദേഹം പൂജാമുറിയിലാണ്. പൂജാമുറി ഇരിക്കുമ്പോൾ ആര് വിളിച്ചാലും ദേഷ്യം വരും. അയ്യോ വേണ്ട, വിളിക്കണ്ട, ഞാൻ പേപ്പർ വായിച്ചിരിക്കാം, വരട്ടെ. 5 മിനിറ്റായി, 10 മിനിറ്റായി, 20 മിനിറ്റായി, ഇങ്ങനെ ഇറങ്ങി വരുന്നില്ല. വഴക്ക് കേട്ടാലും വേണ്ടില്ല എന്ന് പറഞ്ഞ് ഡോർ കർട്ടൻ മാറ്റണോ. കൃഷ്ണപൂജയിൽ ഓടക്കുള്ള എൻ്റെ നസീറിൻ്റെ പടമാണ് അങ്ങനെ വെച്ച് പൂജിക്കണം. ഏതോ ഫ്രെയിം കിടക്കാരൻ ഇത് ഫ്രെയിം ചെയ്ത് കൊടുത്തു. അപ്പം നോക്കിയപ്പോൾ സാർ കൃഷ്ണൻ ഏതാ നിൽക്കുന്നു. സാറ് വെച്ച് പൂജിക്കുന്ന പടം യഥാർത്ഥ കൃഷ്ണനല്ല, ഞാൻ ഒരു പടത്തിൽ വേഷം ഇട്ടാണ്. അങ്ങേര് ലിബ്യനായി വന്ന കാര്യം ഒപ്പിട്ട് കൊടുത്തു. നടന്ന സംഭവമാണ്. പിന്നെ അതേപോലെ ഒരുപാട് ഒരു ഡാൻസ് പിക്ചറൈസ് ചെയ്തുകൊണ്ടപ്പോൾ ബാക്കിന് സ്റ്റെപ്പ് വെച്ച് പോകണം. 10-17-20 ഡാൻസിങ് ഗേൾസ് ഉണ്ട്, ഹീറോയിനും ഉണ്ട്. ഹീറോയിൻ വിജയശ്രീയാണെന്ന് തോന്നുന്നു. അപ്പോൾ കാണാം ഒരു ഇങ്ങനെ ഷൂസ് ഒരു പെണ്ണിൻ്റെ കാലിൽ ചവിട്ടിപ്പോയി. അയ്യോ സോറി. കുറേ കഴിഞ്ഞിട്ട് വീണ്ടും വന്നു, സോറി വേണം. അപ്പോൾ ആ കുട്ടി പറയാണ്, സാറേ ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റ്, ഇത്രയും വലിയൊരു ഹീറോ എൻ്റെ കൂടെ വന്ന് ക്ഷമ പറയുമ്പോൾ അത് കേൾക്കുമ്പോഴാണ് എനിക്ക് വേദന. സാറിന് പറയരുത്, മനസ്സിലായില്ലേ? ഇത് ഇന്നത്തെ ഏത് നടൻ ഇത് ചെയ്യും? ഞാനും പേര് പറയുന്നില്ല, ചെയ്യില്ല. എന്ന് കാരവനിൽ വരണു, ഡോറ് തുറക്കാൻ ഒരാൾ, ടൗൽ എടുത്ത് കൊടുക്കാൻ ഒരാൾ. അവർക്ക് സെക്യൂരിറ്റി പ്രധാനമന്ത്രി വരുന്നതിനേക്കാളും അവരിൽ പലരും പണ്ട് ചാൻസിന് വേണ്ടി പല കമ്പനിയിലും കയറിയാണെന്ന് പഴയ സിനിമാക്കാരെ എന്നെ പോലുള്ളവർക്ക് അറിയാം, പുതിയ ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ ഈ ചവിട്ടി വന്ന പടികൾ മറന്നുപോയി. പിന്നെ ഞാനെടുത്ത ഡോക്യുമെൻ്ററിയിൽ നസീർ സാറിനെ കുറിച്ച് ഞാൻ ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട്. അതായത് നിത്യഹരിത ഗന്ധർവൻ, അത് ചെറിയങ്കീഴ് 2-3 ഫംഗ്ഷന് കാണിച്ചായിരുന്നു. അപ്പോൾ അതിനകത്ത് ശിവകുമാരൻ തമ്പി പറഞ്ഞിട്ടുണ്ട്, ഗാനാലാപത്തിന് പ്രേം നസീറിനെ ജയിക്കുന്ന നടൻ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല, മുമ്പും ഇല്ല ഇപ്പോഴും ഇല്ല. കാരണം പുള്ളിയുടെ ചുണ്ടിക്കൂടെ യേശുദാസിൻ്റെ സ്വരം വരുമ്പോൾ പുള്ളി പാടിയെന്നേ പറയുള്ളൂ. കാരണം അവരുടെ സൗണ്ടുകൾ തമ്മിൽ ഭയങ്കര റിസംബ്ലൻസ് ഉണ്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ട് സ്വരങ്ങൾ പാടുമ്പം പോലും അക്ഷരം ലിപ്പോട്ട് വരില്ല. ഇന്ന് എവിടെ കൂടെ ഒരു പാട്ട് കേൾക്കണം, കൊച്ചിനെ കുളിപ്പിക്കണം, അങ്ങോട്ട് പോകണം, ഒരു ബാക്ക്ഗ്രൗണ്ട്. ലിപ്പുള്ള പാട്ടുകൾ കുറവാണ്. പാട്ടൊക്കെ വളരെ എന്താണ് പറയുക, അർത്ഥമില്ലാത്ത പാട്ടുകൾ വേണം. അന്ന് വയലാറ് പി ഭാസ്കരനൊക്കെ എഴുതിയ പാട്ടിനകത്ത് ഒരു മെലഡിയുണ്ട്, ഒരു കവിതയുണ്ട്, ഒരു ആത്മാവുണ്ട്, ഒരു നാടോടിത്തമുണ്ട്. ഇന്ന് കാമുകനെ വിളിക്കുന്നത് ഇഷ്ടമല്ലടാ, നിന്നെ ഇഷ്ടമല്ലടാ, കള്ള കൊച്ചു കള്ള, പച്ചമാങ്ങ, ഇതാണ് സംഗീതം. ഇനി ബഹളം വയ്ക്കുന്ന ഒരു പാട്ടും നിൽക്കില്ല. ഒരു അമ്മായി ചുട്ട വന്നു, ഇപ്പോൾ കേൾക്കാനില്ല. മത്താപതി പോയതാണ് മറ്റേ ലജ്ജാവതിയെ,
അതിപ്പോൾ ഇല്ല. അതുപോലെ തന്നെ ജിമിക്കി കമ്മൽ. ഈ അടുത്ത കാലത്ത് 2 മാസമായിട്ട് ജിമിക്ക് എൻ്റെ മേലെ ജിമിക്കി കമ്മൽ അതിപ്പോൾ കേൾക്കാനില്ല. പഴയ ആത്മവിദ്യാലയമേ അതൊക്കെ എന്ന അർത്ഥമുള്ള ലൈനുകൾ. നമ്മളെ ഇപ്പം ശരിക്കും പറഞ്ഞാല് നമ്മളെ ഈ അല്ല, അതിനകത്ത് പറഞ്ഞതിൻ്റെ വരികൾ മന്നവനാട്ടെ യാചകനാട്ടെ വന്നിരുപൊടിവിൽ ഇവൻ ചെയ്യാൻ ഇത്ര വില്ലാളി വീരിനി 6 അടി മണ്ണിൻ്റെ അടി വന്നേ പറ്റൂ. നമ്മളെ എന്ത് അർത്ഥമുള്ള ലൈനുകൾ. ക്ലാസിക് സോങ്ങുകളെല്ലാം തന്നെ, അതായത് നമ്മളെ പഴയ മെലഡികൾ എല്ലാം തന്നെ നമുക്ക് ഏത് കാലഘട്ടത്തിലും അത് കേട്ടാൽ നമുക്ക് ഭയങ്കരമായിട്ട് അതെ മെലഡിയെ നിൽക്കുകയുള്ളൂ. അല്ലാതെ ഇപ്പൊ ഈ ഇപ്പോഴത്തെ ഈ ഡപ്പാത്തൊക്കെ ഇപ്പോൾ ഒരു 40 ഡ്രം 50 വയലിന് ഒരു 10 ഗിറ്റാറൊക്കെ മിക്സറിൽ കയറ്റി അടിച്ച് ബേളം വെച്ച് പണ്ട് പാട്ടുപാടി ഉറക്കാൻ ഞാൻ താമരപ്പൂവും പൈതലേ അല്ലെങ്കിൽ ഓമന തിങ്കൾ കിടാവ് ഒരു കൊച്ചുകുട്ടി അത് പാടുമ്പോൾ താരാട്ട് പോലെ ഉറങ്ങും അറിയാതെ. ഇന്നത്തെ പാട്ട് കേട്ട ഉറങ്ങുന്ന കുട്ടി ഞെട്ടിയുണരും, അടിച്ച് ബേളം വെച്ച്. ഇപ്പോഴെന്ന് പറയുന്നത് ഈ പാടുന്ന ഗായകന്റെ അല്ലെങ്കിൽ ഗായികയുടെ ശബ്ദം വെളിയിൽ വരില്ലല്ലോ, ഓർക്കസ്ട്ര വിഴുങ്ങുന്നത്. ആർട്ടുകളിൽ അത് പറഞ്ഞിട്ടുണ്ട് കേൾക്കാൻ പറ്റും, പാട്ടിനേക്കാളും ഓർക്കസ്ട്ര മുളച്ച് നിൽക്കും. അതാണ് ചെയ്യുന്നത്. അപ്പൊ അത് മിക്സ് ചെയ്യുമ്പോഴും അവര് അത് ശ്രദ്ധിക്കുന്നില്ല. അവര് ചെയ്യുന്നത് ഈ ഓർക്കസ്ട്രയെ കയറ്റി വിടുകയാണ്. അതെ, ഈ ഗായകന്റെ വോയിസ് അല്ല കയറുന്നത്, ഏറ്റവും കൂടുതലും മറ്റേതാണ് മുഴച്ചു നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പിന്നെ വേറൊന്നുള്ളത്, ഏത് ഹീറോയിനായിട്ടും മാച്ചാവും. മിതമായ പൊക്കം, മിതമായ വണ്ണം, പിന്നെ ഏത് ആംഗിളിൽ ക്യാമറ വെച്ചാലും ക്യാമറയ്ക്ക് ഓപ്റ്റാണ്. ആക്ച്വലി ഫോട്ടോജനിക് അപ്പിയറൻസ് എന്നൊരു കാര്യം സത്യത്തിലുണ്ട്. നേരിട്ട് കാണാൻ കൊള്ളാന്നുള്ള പല ഫീലുകളും ക്യാമറയ്ക്ക് എന്നാവണമെന്നില്ല. നേരിട്ട് ക്യാമറയ്ക്കും കൊള്ളാന്നുള്ള മുഖങ്ങളും ഉണ്ട്. അതിലൊന്നാണ് പ്രേം നസീർ. നേരിട്ട് കണ്ടാൽ വലിയ ഭംഗിയില്ല, കറുപ്പായിരിക്കും, പക്ഷെ നല്ല ഫീച്ചേഴ്സ് ആയിരിക്കും. ഉദാഹരണം സത്യം മാസ്റ്റർ, ശാരദ ചിരിക്കുമ്പോഴേക്ക് നല്ല രസമാണ് സത്യം മാസ്റ്റർ ചിരിക്കുമ്പോൾ. എന്നാൽ ആൾ കറുപ്പാണ്, പൊക്കം കുറവാണ്, പിന്നെ കൈയും കാലും വണ്ണം കുറവാണ്, നല്ല നെഞ്ചുരുവുണ്ട്, പറഞ്ഞ ഡയലോഗ്സ് ചെന്ന് കൊള്ളും, ഏറിക്കും. നസീർ സാറിൻ്റെ ബേസ് ഇല്ല, പക്ഷെ ആ പ്രസൻറ്റേഷൻ, ഏത് ഡയലോഗ് എവിടെ സ്ട്രെസ് ചെയ്ത് പറയണമെന്നുള്ളത് മറ്റാരെക്കാളും പറയും. തൊണ്ടയിടറി സംസാരിക്കുന്ന ഒരു ഷോട്ടുകൾ പല പടത്തിലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഗദ്ഗത കണ്ടയായി. അത് അംബികയും ഏത് ലതാപത്മിനിമാരുടെ ബന്ധത്തിലൊരു പത്മിനി അംബിക ഉണ്ടായിരുന്നു. ഉണരുണരു ഉണ്ണിപ്പൂവെ പാട്ടൊക്കെ പാടുന്ന മറ്റേ അഞ്ജന കണ്ണെഴുതി ആലിലെത്താലി ചാർത്തി ആ പടത്തിലേക്ക് അഭിനയിച്ച് ഇപ്പോൾ അവർ അമേരിക്കയിലൂടെയാണ്. അവരും ഈ ഗദ്ഗത കണ്ടായിട്ട് പറയും. അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പം ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഇപ്പം പ്രേം നസീറിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. ഈ പ്രേം നസീർ ഇത്ര 130ഓളം സിനിമകളിൽ ഷീലാമയുമായിട്ട് 117 മറ്റോ ആണ്, 130 ആണെന്ന് എനിക്ക് തോന്നണില്ല. വേൾഡ് റെക്കോർഡാണ്. മറ്റൊരു ഭാഷയിലും അങ്ങനെ ഒരേ ഹീറോയിൻ വന്നിട്ടില്ല. ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടില്ല ആരും. ഇവരുമായിട്ടുള്ള കോമ്പിനേഷൻ സിനിമകൾ ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ. ഉണ്ട്. ഈ പ്രേം നസീറിന്റെ വീട്ടുകാരുമായിട്ടൊക്കെ 1968 അന്ന് ലൈല, റസിയ, റീത്തയൊക്കെ ആർട്സ് സയൻസ് കോളേജിൽ പഠിക്കുകയാണ്, കൊച്ചുകുട്ടികളാണ്. അപ്പോൾ പുള്ളിയുടെ ഭാര്യയുടെ സഹോദരൻ ലത്തീഫ് എന്ന് ജീവിച്ചിരിപ്പില്ല, കുണ്ട്ര അലിൻ്റെ ഒരു ജോലി ഉണ്ടായിരുന്നു. എൻ്റെ ഒരു നല്ല സുഹൃത്തായിരുന്നു. ആ മനുഷ്യന് സാറും വരുന്ന ദിവസമാണ് കുറേ ഫാമിലി ഫോട്ടോ എടുക്കണമെന്ന് എന്നെ വിളിച്ചു. അവിടെ താമസിച്ചു. രാത്രി അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് എടുത്ത് പിറ്റേ ദിവസം വണ്ടി വന്ന് ഷൂട്ടിങ്ങിന് സാറിനെ കോളത്ത് ലൊക്കേഷൻ. അപ്പം എൻ്റെ വരണില്ലെന്ന് വെച്ചാൽ ഇല്ല, ഇന്നും കുറേ പടം എടുക്കുകയാണെന്ന് പറഞ്ഞ് എന്നെ വീണ്ടും അവിടെ ഏതാനും മണിക്കൂറിൽ നിർത്തി ആണ് പടം എടുത്തിട്ട് ആൽബം നിറച്ച് കൊടുത്തത്. ആൽബമൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. അന്ന് ഷാനവാസ് ഇല്ലായിരുന്നു. ഷാനവാസ് ഈ പറയുന്ന പോലെ ലൈല, റസിയ, റീത്ത വർഷങ്ങൾക്ക് മുമ്പേ പരിചയപ്പെട്ടു, പടങ്ങളെടുത്തുവെങ്കിലും ഷാനവാസിന് ഇന്ന് വരെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. ഈ ഡോക്യുമെൻ്ററി പോലും ജസ്റ്റ് ഒന്ന് സ്റ്റില്ല് കാണിച്ചിട്ടേ ഉള്ളൂ. കാരണം അന്ന് പുള്ളി അങ്ങ് മലേഷ്യയിൽ എവിടെ ആയിരുന്നു, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ആ ഡോക്യുമെൻ്ററി പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. അതേപോലെ വേറൊരു പ്രശ്നം വന്നത്, നസീർ സാറിന് ഒരു ആഗ്രഹം ബാക്കി വെച്ചിട്ടാണ് ആ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് പോയത്. ഒരു പടം ഡയറക്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഒരെണ്ണം ഇപ്പോഴത്തെ 2 ഹീറോമാർ, അതിൽ ഒരാളുടെ ചെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ പേരൊന്നും പറയുന്നില്ല, അത് ഭയങ്കര വൈറലായൊരു സംഭവമാണ്. അത് വൈറലാക്കിയത് ശ്രീനിവാസൻ ചെയ്ത വേലയാണ്. ഞാൻ XRO ഒരാളുടെ പേര് പറയാതെ കാര്യം പറഞ്ഞു, പക്ഷേ ചിലർക്ക് മനസ്സിലാവും. മോഹൻലാലിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് ഒരിക്കലും മോഹൻലാൽ നസീർ സാറിന് ഭയങ്കര ബഹുമാനമാണ്. മോഹൻലാൽ നസീർ സാറിന് ആരും എന്തോ പറഞ്ഞതിന് അടി കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും മോഹൻലാലിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല, ഞാൻ ആരെയും പേര് പറഞ്ഞിട്ടില്ല.
പക്ഷെ പറഞ്ഞു എന്നുള്ള സത്യമാണ്. പീറ്റർ ഞാറയ്ക്കുന്ന പ്രൊഡക്ഷൻ മാനേജർ ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ കാറ് കയറിപ്പോൾ കാഴ്ചയിട്ട് കൊടുക്കണില്ല. ഇങ്ങനെയൊക്കെ വയസ്സാം കാലത്ത് വീട്ടിൽ പോയിരുന്നോടെ. അപ്പം ഈ മനുഷ്യന് ഇപ്പം അതിനേക്കാൾ പ്രായമുണ്ട്. ഇപ്പോഴത്തെ പയ്യന്മാർ പോയത് ഇയാൾക്ക് വീട്ടിൽ പോയിരുന്നോടെ. അതായത് അത് ഞാൻ പറയുന്നത് ശരിയല്ല എങ്കിലും അത് നടന്ന സംഭവമാണ്. പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. പ്രൊഡക്ഷൻ മാനേജർ പീറ്റർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. പക്ഷേ അവൻ വന്ന് സാറിൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി ആ മനുഷ്യൻ്റെ അടുത്ത് പോകരുത്, സാറിൻ്റെ വിലയും നിലയും ഉണ്ട്, അത് കളഞ്ഞു. എന്നിട്ട് തന്നെ സാർ നിങ്ങൾ ഇത്രയും സീനിയറായി എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കാൻ പോയിട്ടില്ല. അതാണ് പ്രൈം മിനിസ്റ്റർ. പണ്ട് ഒരു സ്റ്റേജിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ സ്റ്റേജിലുണ്ട്, സുകുമാർ അഴീക്കോട് പറയാണ്, ഈ സിനിമാക്കാരെല്ലാം കള്ളന്മാരാണ്, ഒരുത്തനും നല്ല ഒരേ ഒരാളുണ്ട്, ആ ചിറയും കീഴുള്ള വെളുത്ത മനുഷ്യൻ, പ്രൈം മിനിസ്റ്റർ. അപ്പം ആർക്കും കുറ്റം പറയാം ഇതുവരെ ആരും. സാരദ എൻ്റെ ഡോക്യുമെൻറ്റിൽ പറഞ്ഞിട്ടുള്ളൂ അതാണ്. നസീർ സാറിനെ പറ്റി ആരും കുറ്റം പറഞ്ഞിട്ടില്ല ഇതുവരെ. ആർക്കെങ്കിലും ഒരു കുറ്റമെങ്കിലും പറയണ്ടേ? ഇത് പറഞ്ഞിട്ടില്ല. പറയാൻ അങ്ങനെ അതിന് ഇടപെടുകയില്ല. അത്രയും ജെന്റിൽമാനായിരുന്നു. അതെ, ജെന്റിൽമാനായിരുന്നു. മലയാള സിനിമ അടയ്ക്കുവാണിരുന്നു ഒരു കാലത്ത്. എന്നിട്ടും അഹങ്കാരമില്ല. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹമാണ് ശരിക്കും മലയാള സിനിമയുടെ, ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും കടഞ്ഞെടുത്ത ശരീരം. അത് ദൈവം അറിഞ്ഞു കൊടുത്തതാണ്. നേരിട്ട് കാണുമ്പോൾ നമ്മൾ ഒരിക്കൽ നോക്കിയാൽ വീണ്ടും നോക്കും. കടൽ, ആന നമ്മൾ ഇഷ്ടംമാർ കണ്ടിട്ടുണ്ട്. കടപ്പുറത്തിന് പോകാൻ നേരം ഒന്ന് വീണ്ടും നോക്കും. ആന നമ്മൾ ഇഷ്ടംമാർ ആനകളെ കണ്ടിട്ടുണ്ട്. ബസ്സിൽ പോകുമ്പോൾ ഒരു ആന എതിരെ റോഡിൽ കൊണ്ടുവരണം, നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി നോക്കും എന്ന് പറഞ്ഞ പോലെയാണ് ഈ അബ്ദുൽ ഖാദർ എന്ന പ്രൈം മിനിസ്റ്ററിൻ്റെ മുഖത്ത് ഏതാണും ഏത് പെണ്ണും ഒരിക്കൽ കൂടി നോക്കും. എത്ര നേരം നോക്കിയിരുന്നാലും മടുപ്പ് തോന്നില്ല. അതെ, ഞാൻ ഈ നിവേദ്യം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടല്ലോ, പ്രൈം മിനിസ്റ്റർ നിവേദ്യം KR വിജയൊക്കെ നായിക. അപ്പം ഞാൻ അത് കുട്ടിക്കാലത്താണ് അത് കാണുന്നത്. അത് ഞാൻ ഇവിടെ കണ്ടത് ഇവിടെ തിരുവനന്തപുരത്ത് ഈ സെൻട്രൽ തിയേറ്ററിലാണ് അന്ന് റിലീസായത്. സെൻട്രൽ തിയേറ്ററിലാണ് റിലീസായത്. അപ്പൊ എന്റെ വല്യമ്മയുടെ ഒക്കെ വീട് ഇവിടെ ആയതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് നമ്മള് അവിടെ നിന്ന് നമ്മളെ ചേട്ടന്മാരും എല്ലാവരും നമ്മള് വന്ന് പടം കണ്ടിട്ടുണ്ട്. സെക്കൻഡ് ഷോ ആണ് കണ്ടത്. അപ്പൊ അന്ന് ഈ KR വിജയും പ്രൈം മിനിസ്റ്റർ സാറുമായിട്ടുള്ള കോമ്പിനേഷൻ ഷോട്ടില് KR വിജയ ആയിട്ട് സംസാരിക്കുമ്പോൾ എന്തോ ഒരു ഡയലോഗ് പറയുമ്പോഴത്തേക്ക് പ്രൈം മിനിസ്റ്റർ ചിരിക്കുന്ന ഒരു സീനുണ്ട്. അപ്പൊ ചിരിക്കുമ്പോഴത്തേക്ക് പെണ്ണുങ്ങളെല്ലാം ആ ചിരി നോക്കിയാണെന്ന് പറയും. സംഭവം ഭയങ്കര ഇതാണ്, ആരും അതിൽ വീണുപോകും. അത്ര ഒരു ഇതാണ് അദ്ദേഹത്തിന്റെ ഫിഗറും ചിരി. അതായത് ഇപ്പൊ ചില നടന്മാര്, ഞാൻ പേരൊന്നും പറയുന്നില്ല, ബോട്ടോസ് ഇഞ്ചക്ഷനും ലേസർ തെറാപ്പിയും മറ്റേ ത്രെഡ് ലിഫ്റ്റിങ്ങും അതൊക്കെ ചെയ്ത് ചെറുപ്പമാവാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് ദൈവം കൊടുത്തതാണ്. അതെ അതെ. പക്ഷെ അദ്ദേഹത്തിന് അകാലത്തിൽ മരണപ്പെട്ടു പോയി. 63 വയസ്സിൽ മരണപ്പെട്ടു പോയി. അത് ഞാൻ ഫിലിം ഷൂട്ടിൽ ഇറങ്ങിയിട്ട് ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്ന സമയത്താണ് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ വാർത്ത വരുന്നത്, അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന് എന്തോ അത് സംഭവം അൾസർ എന്തോ ബാധിച്ചു. അതിനെ ട്രീറ്റ് ചെയ്ത് കുറഞ്ഞു പോകാതിരുന്നപ്പം ഈ മീസിൽസ് ഉള്ള അത് മണ്ണൻ, അത് കൊച്ചുകുട്ടിയൊക്കെ വരുള്ളൂ, വലിയവർക്ക് വരും. അവർ വന്നാൽ പോകാൻ പാടാണ്. അതിൻ്റെ ജെയിംസുകാർ പിടിച്ച് ഈ 2 മരുന്നും കൂടെ ഇതിന് യോജിക്കാവുന്നു. അങ്ങനെ പെട്ടെന്ന് ക്രിട്ടിക്കൽ സ്റ്റേജായത്. നമ്മുടെ വിനീഷ് ഹരിയും ഞാനും കൂടെ ഇന്നേക്ക് പുറകോട്ടൊരു 4-5 വർഷം മുമ്പ് ശാരദ ഷിമില ക്ലബിലുണ്ട്. അപ്പം ഞാൻ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, മാഡം ഞാൻ ഉദയരെ വേണമാണ്, മാഡത്തിനെ കണ്ടിട്ട് ഒരു ദിവസമായി, ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന്. അതിനെന്താ വരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ എന്നോട് കാർ കൊടുത്തുകൊണ്ട് അവിടെ പോയി. ഹരിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ പറഞ്ഞ് വേണം. ഞാൻ രാത്രി മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. നിൽസൺ മാസ്റ്റർ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ വേണ്ടപ്പെട്ട എല്ലാവരും ഉണ്ടായിരുന്നു. രക്തം ഛർദ്ദിക്കണം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ മനുഷ്യൻ ഇനി തിരികെയില്ല എന്ന്. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി. പിന്നെയാണ് അറിയണം മരിച്ചു. ആ, ഈ 2 മരുന്നും കൂടെ യോജിക്കാതെ അത്ര ഒരു, കാരണം ആരെയും പിണക്കില്ല. ഇപ്പം ആരെങ്കിലും ചൂടായാലും പുള്ളി ചൂടാവില്ല. ഈ ഭരതനൊക്കെ ചൂടായിട്ടുണ്ട് ചില ഷോട്ട് എടുക്കുമ്പോൾ, ചില ഡേറ്റ് തെറ്റിച്ചിരിക്കും. ഡേറ്റ് തെറ്റിക്കാറില്ല.
പക്ഷേ അപ്പോഴേ ലളിത തന്നെ പറഞ്ഞിട്ടുണ്ട്, ചേട്ടൻ ചൂടായിട്ട് പോലും സാറ് ചൂടായിട്ടില്ല. അതാണ് അതിനകത്തുള്ളൊരു. ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം തറയിലൊക്കെ ഷൂട്ട് കഴിഞ്ഞിട്ട് തറയിലൊക്കെ എങ്ങനെ വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ? ഇത്രയും വലിയ റൂം വേണമെന്നൊന്നും പറയില്ല. ഞാൻ ഇത്രയും പ്രശസ്തിയിലിരിക്കുന്ന ഒരു വലിയ ഹീറോ ആണ് എന്നുള്ള വിചാരം അങ്ങനെയൊക്കെ ഇല്ല. അദ്ദേഹത്തെ കൊണ്ട് ഒരുപാട് പേര് രക്ഷപ്പെട്ടു. പഠിച്ച സ്കൂൾ അപ്ഗ്രേഡ് ചെയ്തു. ചെറിയൻകീഴ് മറ്റേ ലൈബ്രറിക്ക് വേണ്ടി 5 സെൻറ്റ് കൊടുത്തു. അതൊക്കെ പോയി, ആ ലൈബ്രറിയൊക്കെ പോയി. പോയി. എന്തോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇവിടെ താലൂക്ക് ആശുപത്രിയിൽ എക്സ്റേ യൂണിറ്റ് വാങ്ങിച്ചു കൊടുത്തു. ഒരു ബിൽഡിംഗ് കെട്ടിക്കൊടുത്തു അമ്മയുടെ പേരിൽ. 50,000 രൂപ അന്നത്തെ 50,000, ഇന്നത്തെ 50 കോടിയാണ്. അച്യുതമേനോൻ ഗവൺമെൻറ് ഇരുന്നപ്പോൾ ഒരു വെള്ളപ്പൊക്കം വന്നു. അന്ന് വ്യക്തിപരമായിട്ട് ഏറ്റവും കൂടുതൽ തുക കൊടുത്ത നസീർ സാറാണ്. 50,000 രൂപ. അന്നത്തെ 50,000, ഇന്നത്തെ 50 കോടിയാണ്. അത് എത്ര വർഷം മുമ്പ്. അച്യുതമേനോൻ, അച്യുതാനന്ദനല്ല, അച്യുതമേനോൻ. അങ്ങനെ ഒരുപാട് പേരൊക്കെ അതുപോലെ കോളേജിൽ ഡോക്ടറിന് പഠിക്കുന്നവരൊക്കെ പിന്നെയാണ് ഈ മനുഷ്യനാണ് എന്നെ ഹോസ്റ്റലിലും ഫീസും അടയ്ക്കുന്ന ഈ മനുഷ്യനാണെന്ന് അവർ പിന്നെയാണ് അറിയണത്. വലത്തെ കൈ കൊടുക്കുന്ന ഇടത്തേക്ക് അറിയില്ല, അറിയാറില്ല. പബ്ലിസിറ്റിക്ക് വേണ്ടി ചെന്ന് ക്യാമറമാനെ കൂടെ നിർത്തി കൊടുക്കുന്ന പരിപാടിയില്ല. ഈ നമ്മുടെ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ഉദയയുടെ കംപ്ലീറ്റ് പടങ്ങളും ശരിക്കും പറഞ്ഞാൽ പ്രൈം മിനിസ്റ്ററാണ് ചെയ്തിട്ടുള്ളത് കൂടുതലും. ബിഷപ്പിന്റെ വിളി തൊട്ട് മെരിലാൻഡ് ഒക്കെ അങ്ങനെയാണ് മെരിലാൻഡ്. ഇവര് തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ എങ്ങനെയാണ്? അത് അവർ തമ്മിൽ ഒരു ഉള്ളിൽ ഒരിതുണ്ട്. 2 മുതലാളിമാരാണ്. ഒരു പടം അവർ ഹിറ്റാകുമ്പോൾ ഇത് പൊട്ടുമ്പോൾ അവർക്ക് പ്രയാസം, തിരിച്ചതുപോലെ. പക്ഷേ അവിടെ പുരാണ പടങ്ങൾ മാത്രമാണ് ഇവിടെ വിജയിക്കുന്നത്. സോഷ്യൽ പിക്ചർ അധികം ഇവിടെ മെരിലാൻഡിൽ. അവിടെ സോഷ്യലും വടക്കം പാട്ടുകളും ഭയങ്കരമായി കാശുകാരിയാണ്. അപൂർവം ചില പടങ്ങളെ ഹോൾഡ് ഓവറായി നിർത്തേണ്ടി വന്നിട്ടുള്ളൂ. അപൂർവം വിരളെണ്ണാമെന്ന്. ഈ ഉദയന് പ്രൈം മിനിസ്റ്ററിന് ഒരു കോട്ടേജ് ഉണ്ട്, AC. അതൊക്കെ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടേക്ക് പോയിട്ട് തന്നെ കുറേ ദിവസമായി. പക്ഷെ അതിന് മുമ്പ് ഒരു ദിവസം പോകുമ്പോഴേ വിഷമം തോന്നണം. ഈ കോഴിയും കോളവും ഒക്കെ കാണുമ്പോൾ. ഇപ്പം പണ്ട് തെക്കുറിച്ച് ചേട്ടന്, മാറമ്പളപ്പന്നമ്മ, രാഗിണി, അവർ എല്ലാം കൂടെ വളഞ്ഞിരുന്ന് സംസാരിക്കണത് അതൊക്കെ ഓർമ്മ വരും. SP പിള്ള, പണ്ടത്തെ ആൾക്കാർ. പിന്നെ താങ്കൾക്ക് പ്രൈം മിനിസ്റ്ററിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സാമ്പത്തിക സഹായം ഞാൻ ആവശ്യം. പക്ഷേ സാമ്പത്തിക സഹായത്തിനേക്കാൾ വലുതാണ് എനിക്ക് വിൻസൻ മാസ്റ്റർ ആക്കി തന്നത്. 1,00,000 രൂപ തന്നെ പകരമാണത്. പക്ഷേ പലർക്കും, പല ആർട്ടിസ്റ്റിനും ഇടയ്ക്ക് മാളാരവൻ തന്നെ ഒന്നിൽ പറഞ്ഞു, പടമില്ലാതെ വിഷമിച്ചിരിക്കണം, രാജ്യത്തിലിപ്പോൾ പൈസ കൊടുത്തിട്ടില്ല, നാളെ ഉറക്കമൊഴിച്ച് ഒരു ചായ കുടിക്കാൻ പൈസയില്ല. അങ്ങനെ നസീർ സാറിൻ്റെ അടുത്ത് പോയപ്പോഴത്തേക്ക് അരവിന്ദ, അങ്ങനെ ഉണ്ടോ, പടമൊക്കെ ഉണ്ടോ? ഇല്ല സാർ, വലിയ കഷ്ടത്തിലാണ് എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇതുപോലെ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൊഡക്ഷൻ മാനേജർ കൊണ്ടുവന്ന് 2,000 രൂപ അഡ്വാൻസ് എന്നൊരു പടത്തിന് പുള്ളി വിളിച്ച് പറഞ്ഞു. അന്ന് പുള്ളി പറഞ്ഞാൽ ഒക്കില്ല എന്ന് പറയില്ല. കാരണം ഏത് ഡിസ്ട്രിബ്യൂട്ടർ വന്നാലും പ്രൈം മിനിസ്റ്റർ ഉണ്ടോ, പിന്നെ അടൂർ ബാസി ഉണ്ടോ, പിന്നെ യേശുദാസ് പാടിയിട്ടുണ്ട്, പടം കാണണ്ട, പൈസ തരും. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ എത്ര ആർട്ടിസ്റ്റിന് ചാൻസ് ഇല്ലായിരിക്കുമ്പോൾ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വേഷം കൊടുക്കും. മലയാള സിനിമ അടയ്ക്കുവാണിരുന്നു. ആ അഹങ്കാരമില്ലാത്ത അടയ്ക്കുവാണ്. ഇന്നത്തെ കാലത്താണെങ്കിൽ അഹങ്കാരം, എല്ലാത്തിനും അഹങ്കാരം. അവരൊക്കെ ഓരോ കമ്പനിലും കയറി കിടന്ന് ചാൻസിന് തെണ്ടി നടന്നത് നമുക്കറിയാം. പുതിയ ആൾക്കാരൊക്കെ അറിയില്ല, പഴയ ആൾക്കാരൊക്കെ അറിയാം. അങ്ങനെ ഒരു പടം ഡയറക്റ്റ് ചെയ്യണമെന്നും ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞില്ല. കാരണം അങ്ങനെ ടെക്നിക്കൽ സൈഡ് ഇത്രയും കാലം വർക്ക് ചെയ്യണം. ഒരു പടത്തിൽ കീ ലൈറ്റ് നടന്നു പോകുമ്പോൾ ഷാഡോ വരത്തെ അങ്ങനെ ലൈറ്റ് വയ്ക്കാമെന്ന് ഇവിടെ നിർത്തിയുള്ളൂ. ഫൈറ്റ് കഴിഞ്ഞിട്ട് പോണ ഒരു ഇതുണ്ട്, അങ്ങോട്ട് പോകാൻ സ്ഥലമില്ല. ഷോട്ട് നിൽക്കുകയാണ്, അങ്ങേര് ടക്ക് ടക്ക് ടക്കൻ അങ്ങ് ഇരുന്ന്. അപ്പോൾ പടി ഇറങ്ങി പോകും പോലെ ആവും. ഇതാരും പറയാതെ ചെയ്തതാണ്. എത്ര ക്യാമറാമാൻമാരുടെ അസോസിയേറ്റഡ് വർക്ക് ചെയ്തിട്ടുണ്ട്? ഞാൻ പ്രകാശ് റാവുവിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്, വിൻസൻ മാസ്റ്റർ, യുവരാജഗോപാൽ, JK രാമു, ENC നായർ,
കരുണാകരൻ അവരുടെ എല്ലാം വർക്ക് ചെയ്തു.